അതിനേക്കാൾ മുന്നേ ഇതിൽ ആക്ച്വലി ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സണ്ണിയുടെ ക്യാരക്ടറിന് വേണ്ടി. അപ്പം ഞാൻ ഇവരുടെ കൂടെ ഷൂട്ട് ഓൾറെഡി എൻ്റെ സീനൊക്കെ പിന്നെയാണ്. അതിന് മുന്നേ കൊച്ചിയിൽ ഷൂട്ട് നടക്കുമ്പോൾ തൊട്ട് ഞാനുണ്ട്. അന്ന് ഞാൻ ജോജു ചേട്ടനെ കണ്ടിട്ടുണ്ട്. അത് അന്ന് ജോജു ചേട്ടൻ അതിൽ ആസിഫിന്റെ അങ്കിളായിട്ടുള്ള ജയിലർ ക്യാരക്ടർ ചെയ്യും. അപ്പം 2012 സംഭവം. അപ്പം എനിക്കപ്പോൾ പുള്ളിനെ ഏതൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ട് അറിയാം. ഇന്നത്തെ ജോജു ചേട്ടൻ ആ ഒരു വലിയ സ്റ്റാർ എന്നല്ലല്ലോ, ഒരു ആക്ടർ. അപ്പോൾ ഞാൻ പുള്ളി യൂണിഫോം ഇട്ട് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഫോണൊക്കെ വിളിച്ച് നടക്കണം. ആ പുള്ളി ഒരു കാറുണ്ട്, ഒരു പഴയ വണ്ടി ഉണ്ടായിരുന്നു. ആ പുള്ളി നല്ല ചൂടാണ്. എവിടെ നിന്നറിയാം, ഏലൂരില്ലേ, FICTയുടെ ഒരു അവിടെ ജയിലിന്റെ സെറ്റ് ഇട്ടത് അവിടെ. അപ്പം അവിടെ ഞാൻ പുള്ളിയുടെ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ലക്ഷദ്വീപിലെ ലാംഗ്വേജിന്റെ ട്രാൻസ്ലേഷനൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയെ നിൽക്കുമ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെ നിന്ന് സംസാരിച്ചു. അതിൻ്റെ പുള്ളി പറഞ്ഞാൽ ചൂടാണ്, വണ്ടി കയറിയാണ്. പുള്ളി വണ്ടി കയറി AC ഇട്ട് എന്നെയും കൂടെ ഇരുത്തി ഞങ്ങളായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സണ്ണിയുടെയും ആസിഫിൻ്റെയും കൂടെ അവർ വണ്ടിയിൽ ലൊക്കേഷനിലൊക്കെ ഞാൻ പോയി. അപ്പോൾ സണ്ണി ഇരിക്കുന്നു, ആസിഫ് ഡ്രൈവ് ചെയ്യുന്നു, ആസിഫ് ആരോ ഒരാളും ഡ്രൈവ് ചെയ്യുന്നു, ബാക്ക് സീറ്റിൽ ഞാനിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും ദൈവമേ ഇവരുടെ കൂടെ ഞാൻ കാറിലിരുന്ന് പോകണം. അപ്പോൾ എനിക്ക് അന്ന് കിട്ടിയൊരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ. കാരണം ഇത്രയും ഇറങ്ങുമ്പോൾ ഫാൻസ് വന്ന് പുതിയതാണ് ആസിഫിനും സണ്ണിനെല്ലാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ കൂടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്ന നമുക്കൊരു ഭയങ്കര വൈബാണത്. അതൊക്കെ എനിക്ക് എൻ്റെ സിനിമയിലേക്ക് പോകാനുള്ള ആഗ്രഹത്തിന് ഡെപ്ത് കൂട്ടിയിട്ടുണ്ട്, തീഷ്ണത കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി സിനിമ വിട്ടിട്ട് വേറെ ഒരു പരിപാടിയില്ല.